നമസ്കാരം. കേരളീയരുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പുണ്യദിനമാണ് കർക്കിടക വാവ്. കർക്കിടക മാസത്തിലെ അമാവാസി ദിനമായ കർക്കിടക വാവ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പൂർവികരെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്ന ദിനമായാണ് ആചരിക്കുന്നത്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പലതും മറന്നുപോകാം. പക്ഷേ നമ്മുടെ വേരുകളെ മറക്കാൻ കഴിയില്ല. നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, നമുക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ, അവരുടെ ജീവിതത്തിന്റെയും ത്യാഗത്തിന്റെയും തുടർച്ചയാണ് ഇന്ന് നമ്മൾ. മലയാള മാസമായ കർക്കിടകത്തിലെ അമാവാസിയാണ് കർക്കിടക വാവ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതിനും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും വിശ്വാസികൾ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. പുലർച്ചെ മുതൽ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും നദീതീരങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണത്തിനായി അനേകം ആളുകൾ എത്തിച്ചേരുന്നത് കാണാം. ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുവല്ലം, വർക്കല, പാപനാശം തുടങ്ങിയ സ്ഥലങ്ങൾ കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി ഏറെ പ്രസിദ്ധമാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ പൂർവികരെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പിതൃകർമ്മമാണ് ബലിതർപ്പണം. ദർഭ, എള്ള്, ജലം തുടങ്ങിയവ ഉപയോഗിച്ച് ആചാര്യന്റെ നിർദ്ദേശപ്രകാരം വിവിധ കർമ്മങ്ങൾ നടത്താറുണ്ട്. ആചാരരീതികളിൽ ദേശത്തിനും കുടുംബ പരമ്പരയ്ക്കും അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതിന്റെ ഉള്ളിലെ വികാരം ഒന്നു തന്നെയാണ്. നിങ്ങൾ ജീവിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉള്ളത് എന്ന നന്ദിയുടെ ഒരു ആത്മീയ പ്രകടനമായി ഇതിനെ കാണാം. നദീതീരങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണം നടത്തുന്നത് കേരളത്തിൽ സാധാരണയായി കാണുന്ന ഒരു ആചാരമാണ്. പുലർച്ചെയുള്ള നിശബ്ദത, ഒഴുകുന്ന ജലം, കൈകളിൽ ദർഭയും എള്ളും, മനസ്സിൽ പൂർവികരുടെ ഓർമ്മകളും ആ നിമിഷം ഒരു ചടങ്ങ് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന തലമുറയും കടന്നുപോയ തലമുറയും തമ്മിലുള്ള ഓർമ്മയുടെ ഒരു ബന്ധം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം നമ്മുടെ മാത്രം പരിശ്രമത്തിന്റെ ഫലമല്ല. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യരുടെ അധ്വാനവും ത്യാഗവും സ്നേഹവും അനുഗ്രഹവും ചേർന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ കൈ പിടിച്ച് നടന്നവർ, നമ്മുടെ വിശപ്പ് മാറ്റിയവർ, നമ്മുടെ കണ്ണുനീർ തുടച്ചവർ, നമുക്ക് നല്ലൊരു ജീവിതം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ചവർ, അവരിൽ ചിലർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ഓർമ്മകൾ നമ്മോടൊപ്പം ഉണ്ട്. അവർ നൽകിയ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. പൂർവികരെ ഓർക്കാൻ കർക്കിടകവാവ് മാത്രം മതിയെന്നല്ല ഇതിന്റെ സന്ദേശം. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതും അത്ര തന്നെ പ്രധാനമാണ്. അവർ നമ്മോടൊപ്പം ഉള്ളപ്പോൾ അവരുടെ കൈകൾ ചേർത്ത് പിടിക്കാം, അവരോട് സംസാരിക്കാം, അവർക്കായി സമയം കണ്ടെത്താം. കാരണം ഒരിക്കൽ ഓർമ്മകൾ മാത്രമായി മാറിയ ശേഷം തിരികെ നൽകാൻ കഴിയാത്ത ഒന്നാണ് സമയം. ഈ കർക്കിടകവാവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാ പൂർവികരെയും ഒരു നിമിഷം സ്നേഹത്തോടെ ഓർക്കാം. അവർ നൽകിയ ജീവിതത്തിനും സ്നേഹത്തിനും ത്യാഗങ്ങൾക്കും മനസ്സുകൊണ്ട് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളെയും വരും തലമുറകളെയും നന്മയുടെ വഴിയിലൂടെ നയിക്കാൻ അവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവികരുടെ പുണ്യസ്മരണകൾക്ക് മുന്നിൽ സ്നേഹപൂർവം പ്രണാമം. എല്ലാവർക്കും ഭക്തിനിർഭരമായ കർക്കിടകവാവ് ആശംസകൾ.